ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാമേ. ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവും. ഇൻ കേസ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും ഉണ്ടാക്കാം. വെറുതെ ഫ്രീ ടൈം വീട്ടിലിരിക്കുമ്പോൾ മൊബൈലും ടി വിയെ കാണുന്നതിന് പകരം ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചാട്ടോ. ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ പൂവുണ്ടാക്കും, തുണി കൊണ്ട്, ഇതുപോലെ പേപ്പർ കൊണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് ചെറുപ്പത്തിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടേതായ ഒരു ഐഡിയയിലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. ഞാനിങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഒരു +2 കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ, +2 എക്സാം ശേഷമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടും. അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ സമയം കളയാതെ ഞാൻ എന്തിനെങ്കിലുമൊക്കെ ഞാൻ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ പേപ്പറിലൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്കൊരു ഭംഗി തോന്നി. അപ്പോൾ പിന്നെ ഞാൻ കളർ പേപ്പറുകൾ വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഇതുപോലത്തെ നൂൽക്കമ്പികളൊന്നും കിട്ടാനില്ല. എനിക്കറിയില്ല അത് എവിടെ കിട്ടും, ഇങ്ങനെ കിട്ടാണ്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ വാർക്കൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, തുരുമ്പ് പിടിച്ച കമ്പിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പൂവുണ്ടാക്കാൻ തണ്ടാട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈർക്കിലൊക്കെ വെച്ചിട്ട് തണ്ടാക്കും, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് പിന്നെ എനിക്ക് അറിയാൻ പറ്റിയത് ഇതുപോലെ നൂൽക്കമ്പികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇതുപോലെ ഗ്രീൻ ടേപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ. അന്നേരമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ പച്ചക്കളറിലെ തുണി അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പറിൻ്റെ പച്ചക്കളറ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗം വെച്ചിട്ടോ അല്ലെങ്കിൽ ചോറ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മൈദ കലക്കിയിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു തുടങ്ങി. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ഹോബിയായി. ഇങ്ങനെയൊക്കെ പൂവ് ഉണ്ടാക്കി വീട്ടിൽ അലങ്കരിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ കുറേ പേപ്പറുകൾ ഇങ്ങനെ നേരത്തെ കുറേ നാളെ വാങ്ങിയിട്ട്, അപ്പം കൊച്ചിൻ്റെ ടീച്ചേഴ്സ് ഡേ വന്നപ്പം ടീച്ചർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തു പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.